തെരഞ്ഞെടുപ്പിൽ CPM-നേക്കാൾ വലിയ രീതിയിൽ പൊളിഞ്ഞുപോയ ഒരാൾ വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി വി ഡി സതീശനെതിരെ പലതരത്തിലുള്ള ആയുധങ്ങൾ എറിഞ്ഞു നോക്കിയിരുന്നു. പക്ഷേ എല്ലാം പാളി. ഏറ്റവും ഒടുക്കം ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി ആദ്യ പ്രതികരണവുമായി വന്നിരുന്നു. അതിലും 98 സീറ്റിന് മുകളിലേക്ക് പോയാൽ വനവാസത്തിന് പോകാൻ തയ്യാറാണോ എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നു. അത് സതീശൻ ഏറ്റെടുക്കുന്നു. തിരിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കും എന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് പോലും ഇന്നിപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറുകയോ രക്ഷപ്പെടുകയാണ് വെള്ളാപ്പള്ളി ചെയ്തത്. അപ്പോൾ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? വെള്ളാപ്പള്ളി ഒരാളെ പിന്തുണച്ചു കഴിഞ്ഞാൽ അയാൾ പേടിക്കണം. കാരണം വെള്ളാപ്പള്ളി പിന്തുണച്ചവരൊക്കെ തോറ്റ ചരിത്രം കേരളത്തിലുള്ളൂ. ഏറ്റവും ഒടുവിലായി CPM 35 സീറ്റിലേക്ക് ഒതുങ്ങിയതിന് പിന്നിലും വെള്ളാപ്പള്ളിയാണ്. ഇതൊരു തർക്കമില്ല. പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങളുടെ ഏകീകരണത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളി നിരന്തരം മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുക, അതിൽ ഒരു ഖേദവുമില്ലാതെ വീണ്ടും അത് അതേ സംഗതി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എത്തുക, അപ്പോൾ മുഖ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം എത്തുക, എന്നിട്ട് ഇപ്പുറത്ത് സതീശനെ എന്താ പറയുക, വളരെ ഏറ്റവും മോശം ഭാഷയിൽ സതീശനെതിരെ സംസാരിക്കുക. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരെ തൊട്ട് തലേന്ന് വരെ അദ്ദേഹം പറയുന്നു പിണറായി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുക. അപ്പോൾ റിസൾട്ട് വന്നപ്പം അമ്പയെ പരാജയപ്പെടുക. ഈ സമുദായ നേതാക്കളൊക്കെ ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും വളരെ ഡയറക്റ്റായിട്ട് നേതാക്കൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും നേതാക്കൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ അതില്ലാതാവണമെന്നുള്ളതിൻ്റെ ഒരു പക്ഷക്കാരനാണ് ഞാൻ. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ. ഇന്നിപ്പം മുഖ്യമന്ത്രി ആരാവണം എന്നുള്ള കാര്യത്തെ ചോദ്യങ്ങളായിരുന്നല്ലോ മാധ്യമങ്ങളൊന്നും. അതിൽ അദ്ദേഹം എല്ലാവരെയും പിന്തുണയ്ക്കുന്നുണ്ട് ആദ്യം. കാരണം ആരുടെയും എന്താ പറയുക, ആരുടെയും ഭാഗത്തുനിന്ന് അദ്ദേഹത്തിനെതിരെ ഇനിയൊന്നും ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം KC ഒന്ന് പൊക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് KC പേടിക്കണം. വെള്ളാപ്പള്ളിയുടെ പിന്തുണ വന്നിട്ടുണ്ട്, KC പേടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയെ ഗൗനിക്കുന്ന കാലമൊക്കെ ഈ നാട്ടിൽ ഇല്ലാതായി കഴിഞ്ഞു. സത്യത്തിലെ വെള്ളാപ്പള്ളിയാണ് ഒന്ന് പേടിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങാനും VD സതീശൻ വന്നാൽ ഈ പകയും പ്രതികാരവും എല്ലാം കൂടി ചേർത്ത് പഴയ കുറേ മൈക്രോ ഫിനാൻസ് കേസുകളും എല്ലാം എടുത്ത് വലിച്ചിടുമോ എന്ന് വെള്ളാപ്പള്ളി ഒന്ന് പേടിച്ചു. കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ഞങ്ങളൊന്നും മറന്നുപോയില്ല. അതെ, അത് പറഞ്ഞതുകൊണ്ട് വെള്ളാപ്പള്ളി ഒന്ന് പേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് സതീശനെയൊക്കെ കുറിച്ച് നല്ല പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അപ്പോഴും സതീശൻ വരാൻ പാടില്ല, KC വന്നാൽ നമുക്കൊന്ന് മാനേജ് ചെയ്യാം എന്നുള്ളത് കൊണ്ട് KCയെ അങ്ങ് ഭയങ്കര പകത്. പക്ഷേ ഇന്ന് വെള്ളാപ്പള്ളി തന്നെ പറഞ്ഞൊരു വാചകമുണ്ട്, പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താണ് കാര്യം എന്ന്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി അവരല്ലേ തീരുമാനിക്കുന്നതെന്ന്. അതുതന്നെയാണ് വെള്ളാപ്പള്ളിയോട് കേരളത്തിലെ ജനങ്ങൾക്കും പറയാനുള്ളത്. അങ്ങോട്ട് ഇടിച്ചു കയറാൻ തൽക്കാലം നിൽക്കേണ്ടതില്ല, അതാണ് നല്ലത്. വെള്ളാപ്പള്ളിയുടെ കാലം കഴിഞ്ഞു. വെള്ളാപ്പള്ളിയുടെ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും അശ്ലീലമായി തോന്നി. ഞാൻ രാവിലെ 0 വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാൾ ലൈവിൽ വരുന്നത്. എനിക്ക് കേരളത്തിലെ മാധ്യമപ്രവർത്തകരോടാണ് ഒരു കാര്യം ചോദിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് അയാൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അയാൾ ഇന്ന് തന്നെ ഞാൻ പറയും, മാധ്യമപ്രവർത്തകർ അയാളോട് എന്താ ചോദിക്കേണ്ടത്? യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണെന്നാണോ ചോദിക്കുന്നത്? അതാണോ ചോദിക്കുന്നത്? ശരിക്കും അയാൾ അക്കൗണ്ടബിൾ ആക്കേണ്ടത് മാധ്യമപ്രവർത്തകരല്ലേ? നിങ്ങൾ കഴിഞ്ഞ 3-4 മാസമായിട്ട് എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആ പറഞ്ഞത് എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഇത് ചെയ്തോ, റിഫ്ലക്റ്റ് ചെയ്തോ? ഇല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞതിന് എന്താ അർത്ഥമാണുള്ളത്? നിങ്ങൾ പറഞ്ഞതിന് ജനം പുച്ഛിച്ചുകളെയും തള്ളിക്കളയല്ലേ ചെയ്തത്? രാഷ്ട്രീയമായ മറുപടി അല്ലേ ചെയ്തത്? ഇതല്ലേ ചോദിക്കേണ്ട ചോദ്യം. അയാൾ കേൾക്കേണ്ട മറുപടി അതല്ലേ? അതിന് പകരം അയാൾ പറയുന്നതിന് മൊത്തം ഇങ്ങനെ വച്ചു കൊടുക്കുക. ടെലിവിഷൻ ചാനൽ ഉൾപ്പെടെ നമ്മളുൾപ്പെടെ കുറേ ഒരു പരിധി വരെ അതങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതെന്ത് തരം ജേർണലിസ്റ്റാണ്? യഥാർത്ഥത്തിൽ അയാളെ ഓഡിറ്റ് ചെയ്യേണ്ട, അയാൾ അക്കൗണ്ടബിൾ ആക്കേണ്ട ഒരു വാർത്താസമ്മേളനമാണ് അയാൾ നടത്തിയത്. അയാൾ വന്ന് മുമ്പിലിരിക്കുന്നുണ്ടെങ്കിൽ അയാൾ കുറേ അധികം ചോദ്യങ്ങൾ ചോദിക്കണം. എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളിയോട് അങ്ങനെ ഒരു അഗ്രസീവായിട്ട് ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരേ ഒരു മാധ്യമപ്രവർത്തകർ രജിസ്ട്രേഷനാണ് റിപ്പോർട്ടറിലെ. അത് അയാൾക്ക് ഭയങ്കരമായ കലിപ്പുണ്ടാക്കി അയാൾ നാക്ക് കടിക്കുകയും അല്ലറി വിളിക്കുകയും ചെയ്തല്ലോ. യഥാർത്ഥത്തിൽ ഇത്തരം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇത്തരം മനുഷ്യന്മാർ കൂടി ഉൾപ്പെട്ടതാണ്, സമുദായ നേതൃത്വം ഉൾപ്പെട്ടതാണ്. ജനാധിപത്യത്തിൽ അവർക്കൊക്കെ അഭിപ്രായങ്ങളുണ്ട്, അതൊക്കെ ശരി. പക്ഷേ സമൂഹത്തിൽ ഛിദ്രത ഉണ്ടാക്കുന്ന, വിഷമമിപ്പിക്കുന്ന പ്രസ്താവനകൾ നടത്തുക, സമൂഹത്തെ പോളറൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് മാധ്യമങ്ങൾ പഠിക്കേണ്ട ഒരു അവസരമാണ്. വെള്ളാപ്പള്ളിയിൽ നിന്ന് അത് പഠിക്കുക തന്നെ വേണം. 1. 2, ഇതൊക്കെ പറയാൻ ഇയാൾക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കാരണം VD സതീശനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്തും അതിന് തൊട്ട് മുമ്പൊക്കെ വലിയ തോതിൽ വിളിച്ചിട്ട് പറയും ഇപ്പോൾ സതീശൻ കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതിൽ സ്വയപ്രഹാസനാവുകയാണല്ലോ. ആ KC വേണുഗോപാലും ചെന്നിത്തലയും ഇയാളും ഒക്കെ നല്ലതാണ്, കുഞ്ഞാലിക്കുട്ടി ആയിക്കോട്ടെ അതും കുഴപ്പമില്ല എന്ന് പറയാം. അതിന് തൊട്ട് മുമ്പ് വരെ മുസ്ലിം ലീഗിനെ മുൻനിർത്തി കേരളത്തിൽ എന്തൊക്കെയാണ് അയാൾ വിളിച്ചു പറഞ്ഞത്? ഇന്ന് കുഞ്ഞാലിക്കുട്ടി മിതവാദിയായി. എന്തൊക്കെയാണ് അപ്പോൾ വായി തോന്നുന്നത് എന്തൊക്കെയോ പറയുക. അത് അത് പറയാനുള്ള സ്ഥിരബുദ്ധിയില്ല. അതായത് അയാൾക്ക് സ്ക്രിപ്റ്റഡ് ആണ്. അയാൾ പറയുന്നത് മുഴുവൻ മറ്റാർക്കും വേണ്ടി പറയുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇനി ഏതെങ്കിലും നിർത്തുകയും അതിൽ ഓഡിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യണമായിരുന്നു അയാളെന്നാണ് എനിക്ക് പറയാം. ഇന്ന് സുകുമാരൻ നായർ ഒരു സത്യം പറഞ്ഞു കേട്ടോ.
LDFന്റെ തോൽവിക്ക് കാരണക്കാരൻ വെള്ളാപ്പള്ളി കൂടിയാണ് എന്ന് സുകുമാരൻ നായർ ഇന്ന് സത്യം പറഞ്ഞ ദിവസം. യെസ്, അങ്ങനെ CPM-ന്റെ തോൽവിക്ക് കാരണമായി, സതീഷിന്റെയും കോൺഗ്രസിന്റെയും വലിയ ജയത്തിനും കാരണമായി, വലിയ സംഭാവനകൾ ഈ തെരഞ്ഞെടുപ്പിലും വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും അഡപടലം പൊളിഞ്ഞുപോയി വെള്ളാപ്പള്ളി. ഇനി എന്തായിരിക്കും? അടുത്തൊന്നും തെരഞ്ഞെടുപ്പും വരാനില്ല. ഇനി എങ്ങനെയായിരിക്കും ആ മനുഷ്യൻ ജീവിച്ചു പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.